നമസ്കാരം. ആലപ്പുഴയിൽ നിന്ന് ചെറിയൊരു കേജ്രിവാൾ കൂടി അകത്ത് പോകാനുണ്ട് എന്ന് ശോഭ സുരേന്ദ്രൻ. അത് കെ.സി. വേണുഗോപാലാണ് എന്നും അതിനുള്ള എല്ലാ തെളിവുകളും താൻ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കെ.സി. വേണുഗോപാലും കരിമണൽ കർത്തിയും പിണറായി വിജയനും അയാളുടെ മക്കളുമെല്ലാം ചേർന്ന് നടത്തുന്ന തീവെട്ടിക്കൊള്ള ജനങ്ങൾ തിരിച്ചറിയണം. മുൻ കേന്ദ്രമന്ത്രി ശിശ്രാം ബോലെയുമായി ചേർന്ന് കെ.സി. വേണുഗോപാൽ ബിനാമി ഇടപാട് നടത്തിയെന്നാണ് ശോഭ സുരേന്ദ്രന്റെ ആരോപണം. ഇതിലൂടെ വേണുഗോപാൽ 1000 കോടി രൂപ സമ്പാദിച്ചുവെന്നും അവർ ആരോപിച്ചിരുന്നു. 2004-2009 കാലഘട്ടത്തിലാണ് വിവാദ കമ്പനിക്കായുള്ള ഇടപാട് നടന്നത്. കെ.സി. വേണുഗോപാൽ തനിക്കെതിരെ പരാതി നൽകിയത് സ്വാഗതം ചെയ്യുന്നുവെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് കെ.സി. വേണുഗോപാൽ കോടികൾ സമ്പാദിച്ചു. ഓലയും കെ.സി. വേണുഗോപാലും ചേർന്ന് രാജ്യാന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ കെ.സി. വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുമുണ്ട്. അതിലുൾപ്പെട്ട ചെറിയൊരാളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ട് ഓലയാണ് ആലപ്പുഴയിൽ നിന്ന് കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തത്. ഇങ്ങനെയായിരുന്നു ശോഭ സുരേന്ദ്രന്റെ ആരോപണം. എന്നാൽ തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ ശോഭയോട് ഹാജരാക്കാൻ പറയണമെന്നും അവരാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത് എന്നുമായിരുന്നു കെ.സിയുടെ ഇതിനെതിരെയുള്ള പരിഹാസം. രാജസ്ഥാനിലെ മുൻ മൈനിംഗ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത് വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭ സുരേന്ദ്രന്റെ ആരോപണം. കിഷോറാം ഓലയും കെ.സി. വേണുഗോപാലും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും അവർ ആരോപിച്ചു. കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബിനാമി പേരിൽ കെ.സി. വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ട്. അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത. റിപ്പോർട്ടർ ടിവിയിലെ അശ്വമേധം പരിപാടിയിൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനോട് സംസാരിക്കുമ്പോഴായിരുന്നു ശോഭ സുരേന്ദ്രന്റെ പ്രതികരണം. അതേസമയം ദില്ലി മദ്യനയ കേസിൽ കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്ത് തെളിവാണുള്ളതെന്നായിരുന്നു കെ.സി. വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. കേന്ദ്ര ഏജൻസികൾ ബി.ജെ.പിയുടെ പാവകളാണ് എന്നും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. 2019 റിട്ടേൺ വൈകി എന്ന് പറഞ്ഞ് ഇപ്പോഴാണോ നടപടി എടുക്കുന്നത് എന്നും കെ.സി. വേണുഗോപാൽ ചോദിച്ചു.